നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈഡ് റേഷ്യോസ് ആണ്. കുറച്ച് കോമൺ ആയിട്ടുള്ള സൈഡ് റേഷ്യോസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ നമുക്കറിയാവുന്ന ഉള്ളൊരു ട്രയാങ്കിൾ ആണ് 30, 60, 90. അതായത് ഒരു ആംഗിള് 30 ഡിഗ്രി, ഒരു ആംഗിള് 60 ഡിഗ്രി, ഒരു ആംഗിള് 90 ഡിഗ്രി. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, കാരണം ഒരു ആംഗിള് 90 ഡിഗ്രിയാണ്. ഓക്കെ, 30, 60, 90. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 30ക്ക്, അതായത് ചെറിയ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിരിക്കും ചെറിയ സൈഡ്, വലിയ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിരിക്കും വലിയ സൈഡ്. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ സൈഡ് വലിയ ആംഗിൾ 90 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിരിക്കും വലിയ സൈഡ്. സോ 30, 60, 90 ട്രയാങ്കിളിന്റെ സൈഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2. 30, 60, 90 ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? 1:√3:2. ഓക്കെ, അതായത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും 1, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √3, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2. ഓക്കെ, 1:√3:2. ഇതുപോലെ ഉള്ള മറ്റൊരു ട്രയാങ്കിൾ ആണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെ, 45, 45, 90. അതായത് രണ്ട് ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രമല്ല, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലെ. ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ട്? രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. സോ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. 45, 45, 90 ഡിഗ്രി ഈ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? നമുക്കറിയാം, 1:1:√2, 1:1:√2. ഇല്ലെങ്കിൽ നമുക്ക് √2:2:2 എന്നും പറയാം. √2:2:2. ആക്ച്വലി ഈ √2:2:2നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:1:√2 ആവും. അത് തന്നെ മതി, 1:1:√2. സോ 45, 45, 90 ഡിഗ്രി ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? 1:1:√2. അതിൽ √2 ഹൈപ്പോട്ടനസ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണേ. ഇനി ഒരു ട്രയാങ്കിൾ ആണ് 15. ഒരു ആംഗിൾ 15 ഡിഗ്രിയാണ്, 15 ഡിഗ്രി. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ്. ഒരു ആംഗിൾ 90 തന്നെയാണ്. സോ അടുത്ത ആംഗിൾ എത്രയായിരിക്കും? 75 ആയിരിക്കും അല്ലേ. സോ 15, 75, 90. 75, 15, 75, 90. 15, 75, 90 ഈ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ. അപ്പോൾ ഓൾറെഡി അറിയാം, ചെറിയ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിരിക്കും ചെറിയ സൈഡ്. നോക്കിയോ, √3 - 1. എളുപ്പമാണ്. √3 - 1. 75 ഓപ്പോസിറ്റ് √3 + 1. സോ √3 - 1, √3 + 1 + 1. ഇപ്പൊ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് 2√2. നിങ്ങൾ പൈതഗോറസ് തിയറം വെച്ച് നോക്കി നിങ്ങൾക്ക് ഇത് കിട്ടും. പക്ഷെ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്തിരുന്ന യൂസ്ഫുൾ ആയിരിക്കും. സോ √3 - 1, ഇമ്പോർട്ടന്റ് ആണ്. √3 - 1, √3 + 1, √3 + 1, 2√2. 2√2. ഓക്കെ, സോ √3 - 1, √3 + 1, 2√2. ഏത് ട്രയാങ്കിളാണ്? 15, 75, 90 ഡിഗ്രി ട്രയാങ്കിളിന്റെ ഇതാണ്. ഓക്കെ, ഓക്കെ. സോ ഇനി ഒരു ട്രയാങ്കിള്
ആ ട്രയാങ്കിള് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ല. ഓക്കെ, അതൊരു ഒബ്റ്റ്യൂസ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ്. അതിന്റെ ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതിന്റെ ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ മാത്രമല്ല, അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ കൂടിയാണ്. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ കൂടിയാണ്. അപ്പോ അടുത്ത ആംഗിൾസ് എത്രയായിരിക്കും? 30-30 ആയിരിക്കും അല്ലെ? അപ്പോൾ 30-30-120 ഡിഗ്രി, 30-30-120 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ്. ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ കൂടി പഠിച്ചിരിക്കണം. അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ 1:1, കാരണം ഇതെന്താ ഈക്വൽ ആണ് അല്ലെ? 1:1:√3. സോ 30-30-120 ഡിഗ്രി ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? 1:1:√3. സോ 4 ട്രയാങ്കിൾ ആണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തത് 30-60-90 ഡിഗ്രി ട്രയാങ്കിൾ ആണ്. അത് 1:√3:2. 1:√3:2. രണ്ടാമത് പറഞ്ഞത് എന്താണ്? അത് 45-45-90 ആണ്. അത് 1:1:√2. 1:1:√2. മൂന്നാമത് പറഞ്ഞ ട്രയാങ്കിൾ ഏതാണ്? അത് 15-75 ഡിഗ്രിയുടെ ട്രയാങ്കിൾ ആണ് അല്ലെ? 15-ഉം 75-ഉം വരുന്ന ട്രയാങ്കിൾ ആണ്. 15-75-90 ഡിഗ്രി. ഓക്കെ, അവിടെ എന്താ പറഞ്ഞ? അവിടെ √3 ആണ് അല്ലെ? ഇതിൽ ശ്രദ്ധിച്ചോളാം, √3 വരുന്നതാണ്. √3-1, √3+1, പിന്നെ 2√2. √3-1, √3+1 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ പഠിക്കണം. √3+1, 2√2. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സിമ്പിൾ ആണ്, ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ വരും. ചെയ്ത് പഠിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് മനസ്സിലായിക്കോളും. ഓക്കെ, പിന്നെ ഉള്ളത് 30-30-120 ഡിഗ്രി. അത് 1:1:√3. 1:1:√3. സോ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. താങ്ക് യു.